അസ്സലാമു അലൈക്കും. മാനുക്ക, ഉപ്പയെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഉമ്മ വിളിച്ചിരുന്നു. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. മടിച്ചാണെങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന പോലെ സേറ മാഹിനെ നോക്കി. മാഹിനൊന്ന് അമർത്തി മൂളി. സേറ. അവൾ തിരിഞ്ഞു നടന്നതും അവൻ വിളിച്ചു. മോളെ കൊണ്ടുപോവണ്ട, അവളെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് കഴിക്കാനുള്ളത് സമയമുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോ, ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അവിടെ എടുത്തു വെച്ചിരുന്നാൽ മതി. അതും പറഞ്ഞുകൊണ്ട് കണ്ണുകൾ കൊണ്ട് പത്രത്തിൻ്റെ താളുകൾ നോക്കിയവൻ. അത് മാനുക്ക, മോളെ എന്ന് കാണണമെന്ന് ഉപ്പ കുറേയായി പറയുന്നു. അതുകൊണ്ട് ഞാൻ മോളെ കൂടി കൊണ്ടുപോയിക്കോട്ടെ. ഇപ്രാവശ്യം അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. പേടിയാണ് മാഹീനെ ഈ കാര്യത്തിൽ മാത്രം. അത് വേണ്ട സീറ, നീ പോകുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. അത് നിൻ്റെ കടമയാണ്. വേണമെങ്കിൽ നീ 2 ദിവസം നിൽക്കുകയും ചെയ്തോ. അതിലൊന്നും ഞാൻ ഇടപെടാൻ വരുന്നില്ല. പക്ഷേ എൻ്റെ മോളുടെ കാര്യത്തിലേ ഞാൻ തീരുമാനം പറഞ്ഞോളാം. നിൻ്റെ ഉപ്പാൻ്റെ മുമ്പിലേക്ക് എൻ്റെ മോളെ കൊണ്ടുപോകാമെന്ന് നീ കരുതണ്ട സീറ. അതെനിക്ക് ഇഷ്ടമല്ല. നീ പോയി റെഡിയാകാൻ നോക്ക്. ചെല്ല്. പത്രം മടക്കി അത് ശക്തിയിൽ തന്നെ സെറ്റിയിലേക്കിട്ട് എഴുന്നേറ്റ് പോയി അവൻ. ഇനിയും ഈ കാര്യം ചോദിച്ചു തന്നാൽ ഇനി പോകാനും സമ്മതിക്കില്ല. മാനുക്കാക്ക് അത്രയ്ക്കും ദേഷ്യമാണ് ഉപ്പയോട്. മാനുക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചതി. അത് ചെയ്തത് തൻ്റെ ഉപ്പയും. എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ മരുമകനെ ദത്തി കിട്ടാൻ വേണ്ടി കളിച്ചതാണെന്ന് തെളിവ് നിരത്തി തനിക്കും ബോധ്യപ്പെടുത്തി തന്നിട്ടാണ് അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കൂടെ വരാമെന്നും പറഞ്ഞ് തോരാമഴയത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ കൂടെ ചെല്ലാതിരിക്കാൻ ഒരു കാരണവുമില്ലായിരുന്നു. പക്ഷേ ഉപ്പയെ വെറുക്കാനൊന്നും അന്നും ഇന്നും തനിക്ക് പറ്റിയിട്ടില്ല. വേദന തോന്നിയിട്ടുണ്ട്. ഒരു കുടുംബം ഒന്നടങ്കം തകർന്നു പോയത് തൻ്റെ ഉപ്പ കാരണമാണല്ലോ എന്നോർത്തിട്ട്. ഉപ്പാൻ്റെ ബിസിനസ്സിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരുന്നു മാനുക്ക. വേണമെങ്കിൽ നിനക്ക് നിൻ്റെ ഉപ്പയെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത താൻ എന്ത് കാട്ടാനാണ്? ഉപ്പ വീണ്ടും അതിൻ്റെ അമരത്ത് കയറി. ഉപ്പാക്കെതിരിൽ മാനുക്കയും. അധികം മുന്നോട്ട് പോയില്ലപ്പ. അല്ലലില്ലാതെ ജീവിക്കാനുള്ളത് വെച്ച് ബാക്കിയൊക്കെ വിറ്റ് കളഞ്ഞു. അത് വാങ്ങിയത് മാനുക്കയും ഫ്രണ്ടും കൂടി. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം ബിസിനസ് വളർന്നത് മാനുക്കാൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ്. എല്ലാം സന്തോഷമാണെങ്കിലും പിന്നീട് ഒരു വട്ടം പോലും തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല മാനുക്ക. പ്രസവത്തിന് പോലും തൻ്റെ വീട്ടിലേക്ക് അയച്ചതുമില്ല. വല്ലപ്പോഴും ഉമ്മ വന്ന് കാണാനുള്ള അനുവാദം തന്നിരുന്നു. മോളെ ഇക്കാൻ്റെ കയ്യിൽ അടക്കി നിൽക്കുമെന്ന് അറിഞ്ഞിട്ടും തനിക്ക് മാത്രം വീട്ടിൽ പോയി വരാനുള്ള അനുവാദവും തന്നു. 3 കൊല്ലങ്ങൾ കൊണ്ട് അതിലൊന്നും ഒരു മാറ്റവുമില്ലാതെ തുടരുന്നുണ്ട്. ഉപ്പാക്ക് അസുഖങ്ങൾ ദിനം പ്രതി കൂടി വരുന്നുണ്ട്. ഒറ്റ മകൾ എന്ന നിലയ്ക്ക് താനെയുള്ളവർക്ക്. പക്ഷേ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമം വരുമ്പോൾ തിരികെ വരാൻ തോന്നും. അവിടുന്ന് തിരികെ വന്നാലോ ഉമ്മയും ഉപ്പയും ഓർത്താവും വേദന. രണ്ടുകൊണ്ടും മനസ്സമാധാനമില്ലാഞ്ഞിട്ട് 3 വർഷങ്ങൾ കഴിയുന്നു. ഓർമ്മകളും വേദനകളും ചിന്തകളിൽ നിറച്ച് അവൾ മോൾക്ക് ആഹാരം കഴിപ്പിച്ച് ഒരുക്കി മാഹിൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ വൈകുന്നേരം തിരിച്ചു വരും. അപ്പോഴും തെളിച്ചം വീയാത്ത അവൻ്റെ മുഖം അവളിലേക്കാക്കി ആ കണ്ണിലേക്ക് നോക്കി അവൾ. ഞാൻ വൈകിട്ട് വരാം. മോളെ മാഷിത്താൻ്റെ അടുത്താക്കാനാണോ? അല്ല, ഞാനിന്ന് അവിടെ കാണും. അവളിൽ നിന്നും മുഖം മാറ്റി അവൻ. മോളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലീവാക്കിയേ? ഞാൻ വേണമെങ്കിൽ മോളെ കൂട്ടിയിട്ട് പോവാം. ഒന്ന് മനസ്സിലെഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. ഞാനല്ലെങ്കിൽ ലീവാണ് സീറ, നീ ഇറങ്ങിക്കോ. അവളെ ഡോറ് വരെ കൊണ്ടാക്കി കൊടുത്ത് അവൻ തിരിഞ്ഞു നടന്നു. ദേഷ്യപ്പെടേണ്ട എന്ന് വെച്ചാലും ദേഷ്യം വന്നു പോകുന്നു. സ്നേഹമാണ്, ജീവനാണ്, എല്ലാമാണ്. എങ്കിലും ചില നേരം വീടോർക്കുമ്പോൾ, ഒന്നുമില്ലെന്ന് ഓർക്കുമ്പോൾ, അവിടെ ആരുമില്ലെന്ന് മനസ്സ് പറയുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അറിയാതൊരു പരിഭവം പ്രകടമാകും. അവൾ പോയി വരും വരെ മാത്രം. മോളെ കളിപ്പിച്ചും കൂടെയിരുന്നും കുറച്ചു നേരം ഉറങ്ങിയുമെല്ലാം സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഉമ്മയേക്കാൾ അവൾക്കിഷ്ടം അവളുടെ മാനുക്കയാണ്. സേറ വിളിക്കുന്നത് കേട്ട് അതുപോലെ വിളിക്കുന്നതാണ്. 3 വയസ്സാറായിട്ടുണ്ട് മോൾക്ക്. കെൻസ. ഉപ്പാക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നൊരു മോള്. അതാണ് മോളെക്കുറിച്ച് സേറയുടെ അഭിപ്രായം. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് ഒന്ന് പുറത്തിറങ്ങുമെന്ന് വെച്ചിരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. സേറ വരാൻ സമയമായില്ല. പിന്നെ ആരാണ് എന്ന് ചിന്തിച്ചാണ് ഡോറ് തുറന്നത്. മുന്നിലെ ആളെ കണ്ടപ്പോൾ തന്നെ മാഹിൻ്റെ മുഖത്തും ഒരു ചിരി വരിഞ്ഞു. ജുനൈസളിയൻ. എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ തൻ്റെ പെങ്ങളെ കൈപ്പിടിച്ച് കൊടുക്കാൻ പറ്റുന്ന മുതലാണെന്ന് ഈ മുന്നിൽ നിൽക്കുന്ന ആളെന്ന ബോധ്യം വന്നിടം തൊട്ട് അളിയ എന്ന് വിളിച്ചു തുടങ്ങിപ്പോയി. പക്ഷെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് 2 പേരും അഭിപ്രായം പറയാതെ ഒഴിഞ്ഞു മാറി. ഇനി ഇങ്ങോട്ട് പറയാതെ കല്യാണക്കാരും പറയില്ലെന്ന് തീരുമാനമെടുത്ത് ഉവൈസും മാഹീനും. എന്നാലും അളിയ എന്ന വിളി കളഞ്ഞിട്ടില്ല മാഹീൻ. എന്താ അളിയ പെട്ടെന്നൊരു വരവ്? ജുനൈസിനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ചോദിച്ചത്.
കുറച്ച് സംസാരിക്കണം മാഹി നിന്നോട്. അതിന് വേണ്ടിയിട്ട് വന്നത് തന്നെയാ. മുഖവരിയൊന്നും കൂടാതെ വന്ന കാര്യത്തിലേക്ക് കടക്കണമെന്ന് വെച്ച് തന്നെ പറഞ്ഞു തുടങ്ങി ജുനൈദ്. അപ്പോൾ മനംമാറ്റം വന്നിട്ടുണ്ടല്ലേ? അവൻ ചിരിച്ചു. നന്നായിട്ട്. ജുനൈസ് ചിരിച്ചു. ഇനി എൻ്റെ റോളെന്താ? അവളോട് സംസാരിക്കണോ? ആ, പെട്ടെന്ന് തന്നെ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്. ജാബിയും ഉമ്മയൊക്കെ കുറച്ചധികം നിർബന്ധം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട് മാഷിതയെ. ആൾക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതിന് മാത്രം തമ്മിൽ കാണലും സംസാരവും ഒന്നുമില്ലല്ലോ. താല്പര്യമുണ്ടെങ്കിൽ അത് കുറച്ച് വേഗത്തിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പതിഞ്ഞതും എന്നാലും ഉറപ്പുള്ളതുമായ ജുനൈസിൻ്റെ വാക്കുകളിൽ ശ്രദ്ധിച്ചിരിപ്പുണ്ട് മാഹി. എന്നാലും നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാലോ? സേറ വീട്ടിൽ പോയിരിക്കുക. ചിലപ്പോൾ രാത്രിയാകും തിരിച്ചെത്താൻ. അതുവരെ നമുക്കൊരു ചായക്ക് കുടിച്ചിട്ട് വരാം. ജുനൈസ് സമ്മതം പറഞ്ഞപ്പോൾ മാഹിൻ വേഗത്തിൽ മോളെയും റെഡിയാക്കി ഡ്രസ്സ് മാറി വന്നു. ജുനൈസിൻ്റെ കാറിലാണ് അവർ ഇറങ്ങിയത്. അതിനിടയിൽ മാഷിയുടെ ഫോണിൽ നിന്നും ജുനൈസിന് കോൾ വരുന്നുണ്ടായിരുന്നു. മോളെ കൊണ്ട് വിളിപ്പിക്കുന്നതാവും. ഒന്നുപോലും അറ്റൻഡ് ചെയ്താതെ സൈലൻറ്റിൽ വെച്ച് കളഞ്ഞു ജുനൈസ്. രാവിലെ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടില്ലവൻ. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ ഒരു കുഞ്ഞു പ്രതിഷേധം. ഉച്ചയ്ക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുമല്ല, വീടും പൂട്ടി ഇറങ്ങിയത് മക്കളോട് പോലും പറഞ്ഞില്ല. മാഷിക്ക് ആകെ ഭ്രാന്തി പിടിക്കും പോലെയാണ് തോന്നിയത്. അവന് വേണ്ടി രാവിലെ കരുതി വെച്ച ഭക്ഷണം തണുത്ത് മരവിച്ചതും നോക്കി നിന്നെങ്കിലും അവൻ വന്നില്ല. മക്കളെ പറഞ്ഞു വിട്ടിട്ട് പോലും ആളെവിടെ എന്തോ ഉണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞു വിട്ടിരുന്നു. അതിനൊപ്പം ഉച്ചയ്ക്കൊന്നും വേണ്ട പോലും. മക്കൾക്ക് ആഹാരം കൊടുക്കുന്നതിനിടയിൽ കാറിൻ്റെ സൗണ്ട് കേട്ടെങ്കിലും പിന്നെ ആ ഭാഗത്ത് നിന്നൊരു അനക്കമില്ലായിരുന്നു. വൈകിട്ട് കളിക്കാൻ വേണ്ടി പോയ മക്കളുടെ മുഖം മങ്ങിയത് അവിടെ വീട് ലോക്കാണ് എന്നതായിരുന്നു. ആകെക്കൂടെ എന്തോ പോലെ തുടങ്ങിയപ്പോഴാണ് മാഷിക്ക് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതിയത്. പതിവിന് വിപരീതമായി ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ ഒന്നുപോലും റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ എത്രയോ തവണ അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു അവൾ. അവൻ എടുക്കാത്തതിന് എന്തോ ഒരു വേദന അവളുടെ മനസ്സിൽ നിറഞ്ഞു. കണ്ണിൽ നിന്ന് മുതിർന്നു വീഴുന്ന കണ്ണീര് പോലും തുടച്ചു മാറ്റാതെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൾ. കുറേ നേരം കാത്തിരുന്നിട്ട് മക്കൾ ഉറങ്ങി. സിറ്റൗട്ടിൽ ആ വലിയ വീടിനെ നേർക്കാണിപ്പോൾ അവളുടെ കണ്ണുകൾ. ഒറ്റക്കയറ് പോലെ അവളുടെ ഹൃദയം ശൂന്യമായി തുടങ്ങി. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും താനും മക്കളും എപ്പോഴും ഇവിടെ സുരക്ഷിതമായി കഴിയുന്നുണ്ടെങ്കിൽ, നിർഭയമായി ഈ കൂട്ടിൽ വസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം തങ്ങൾക്ക് വേണ്ടി നീല് പോലെ കൂടെയുള്ള ഒരാളാണ്. ആ ഒരു ധൈര്യത്തിലാണ് പലരും നേടിയത്, പലർക്കു മുന്നിലും പിടിച്ചു നിന്നത്, മറുപടി പറഞ്ഞത്, ബോൾഡായത്. പിറകിൽ നിന്നൊരാൾ തങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എന്ത് ഇങ്ങനെയൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല അവൾക്ക്. മാഹീൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ സമയം 11 കഴിഞ്ഞിരുന്നു. എന്താ മാഷി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഫോണിൽ സമയം ഒന്നുകൂടി നോക്കി അവൻ ചോദിച്ചു. എന്താ വിളിച്ചത്? മക്കൾക്ക് വല്ലതും വയ്യാതായോ? അല്ലെങ്കിൽ ഈ രാത്രി അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന പോലെ അവൻ ചോദിച്ചു. അത് അപ്പുറത്ത്. തുടർന്ന് പറയണോ എന്ന് ചിന്തിച്ച് ഒന്ന് നിർത്തിയവള്. അപ്പുറത്തെന്താ മാഷി? അത് പിന്നെ ജുമിയുടെ ഉപ്പ ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എവിടേക്കാ പോകുന്നതെന്നും പറഞ്ഞതില്ല. വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇക്കാക്കൊന്ന് വിളിച്ചന്വേഷിക്കുമോ? ആ, അത്രേ ഉള്ളൂ. ആൾ വല്ലയിടത്തേക്കും പോയതാവും മാഷി. രാവിലെ ആവട്ടെ, ഞാൻ വിളിച്ചു നോക്കാം. ഇപ്പോൾ സമയം ഇത്രയായില്ലേ? അങ്ങനല്ലേ ഇക്കാക്ക, സാധാരണ മക്കളോട് പറയാതെ അങ്ങനെയൊന്നും പോവാറില്ല. എവിടെ പോയി ഇങ്ങനെ വൈകി വരത്തില്ല. എനിക്കൊന്ന് പേടി തോന്നാ. അതിനെന്താ മാഷി, നീ എന്തിനാ പേടിക്കുന്നത്? കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ കാണാതെ പോവാൻ. ചിലപ്പോൾ വല്ല പെണ്ണും കാണാൻ വേണ്ടി പോയതാവും. ഏതോ ഒരു പ്രപ്പോസൽ വന്നുവെന്ന് കേട്ടിരുന്നു. അവർ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഉവൈസക്കയോട് പറഞ്ഞിരുന്നു. ഇനി ചിലപ്പോൾ അങ്ങനെ വല്ലതാവും. നീ ഉറങ്ങിക്കോ മാഷി. രാവിലെ എത്തിയില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം. മിക്കവാറും കുടുംബക്കാരെ കാണാനോ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാനോ ഒക്കെ പോയതാവും. രാത്രി വൈകിയതുകൊണ്ട് ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടാവും. നീ സമാധാനത്തിൽ കിടന്നുറങ്ങും മാഷി. എനിക്കും ഉറക്കം വരുന്നുണ്ട്. എരുതിയിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്ത് അവളുടെ മറുപടി കാക്കാതെ മാഹീൻ ഫോൺ കട്ട് ചെയ്തു. ഗേറ്റ് ഓപ്പൺ ആവുന്നതും വീടിൻ്റെ മുന്നിലൂടെ ജുനൈസിൻ്റെ കാറ് പോകുന്നതും സിറ്റൗട്ടിലെ ഇരുട്ടിലും കണ്ടു മാഷി. ഇന്ന് അവൻ്റെ നോട്ടം ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നതും അവൾ കണ്ടുപിടിച്ചു. പിന്നീടൊന്നുകൂടി അങ്ങോട്ട് നോക്കാതെ വേഗം അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു മാഷി. കണ്ണുകൾ നീറുന്നുണ്ട്, ചുണ്ട് വിതുമ്പുന്നുണ്ട്. തൊണ്ടക്കുഴിയിൽ നിന്നൊരു കരച്ചിൽ മെല്ലെ മുകളിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. ആ നിലത്തേക്ക് ഊർന്ന് ഇരുന്നു പോയവൾ നഷ്ടങ്ങളുടെ കണക്കുകൾ മുന്നിൽ തെളിഞ്ഞ് അവളെ നോക്കി പല്ലിളിച്ചു. നീ വീടെത്തിയോ അളിയാ?
മാഷിയുടെ ഫോൺ വെച്ചതും മാഹിനി വിളിച്ചത് ജുനൈസിനെയാണ്. അവിടെ ഒരു ആട്ടമുണ്ടെന്ന് ഒന്ന് പറയണമല്ലോ. ദാ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഫോൺ കഴുത്തിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഡോറ് തുറന്നു. മൊത്തത്തിൽ നല്ല ഇരുട്ടുണ്ട്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ആ ചെക്കനെ കൂടി കൂട്ട് കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ എന്നായി ചിന്ത. ഹലോ ജുനൈസേ, കേൾക്കുന്നുണ്ടോ? മാഹിൻ പറഞ്ഞതൊന്നും ഇരുട്ട് കാരണം കേട്ടില്ല എന്ന് തന്നെ പറയാം. അകത്തേക്ക് കയറാൻ ഒരു മൂടില്ല. ഇരുട്ടും നിശബ്ദതയും. നീ പറഞ്ഞോ മാഹി. ലൈറ്റിട്ട് കതകും അടച്ച് സെറ്റിയിലിരുന്നു. മാഷി വിളിച്ചിരുന്നു. ഇപ്പോൾ ജുമീൻ്റെ ഉപ്പ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു. മാഷിത്ത അങ്ങനെ പറഞ്ഞോ? ജുനൈസിന് അത്ഭുതം തോന്നി. നീ ദാ ഇപ്പോൾ വിളിച്ച് വെച്ചേ ഉള്ളൂ. അവിടെ കട്ടാക്കിയിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അത് കേട്ടതും ജുനൈസ് ചെയറിൽ കയറിയിരുന്നു. ആ വീട്ടിലേക്കൊന്നും നോക്കാതെ ഇനി മനസ്സ് ശാന്തമാകില്ല. റൂമിലെത്തി ജനൽ തുറന്ന് കണ്ണുകൾ കൊണ്ട് ഇരുട്ടിലൊന്ന് പരുതി. ആ നിറകുവെട്ടം കണ്ണിൽപ്പെട്ടതും ഹൃദയം തുടിച്ചു. ഇഷ്ടമാണോ മാഷിത നിനക്കെന്നെ? സ്നേഹിക്കാൻ കൊതിയാവുന്നുണ്ട്. കൂട്ടിരിക്കാനും കഥകൾ പറയാനും ചേർത്ത് പിടിക്കാനും സ്നേഹം നിറച്ച നിറങ്ങൾ പടർത്താനും. ഫോൺ കട്ടായത് നിമിഷങ്ങൾ കൊണ്ട് കണ്ണുകൾ ഒരേ സ്ഥലത്ത് ചലനമറ്റ് നിൽക്കുന്നത് അവനറിഞ്ഞില്ല. ഉള്ളു നിറയെ അവളാണ്, ആ 4 മക്കളുടെ ഉമ്മ മാഷിത. മാഹിൻ്റെ വിളിയിൽ ഉറക്കം നഷ്ടപ്പെട്ടതാണ് മാഷിക്ക്. ചിന്തകൾ ഉറക്കത്തെ തടഞ്ഞു വെച്ചതുപോലെ പലതും അവളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നു. ഇന്ന് ഇരിക്കുന്ന മാഷിതയിൽ എത്തിപ്പെട്ട് വരെ എല്ലാം. മക്കളുടെ അരികു പറ്റി കിടക്കുമ്പോൾ എന്തോ ഒരു ശൂന്യത നിറഞ്ഞൊരവസ്ഥ വന്നു പോയി അവളിൽ. ഇനി തളരാൻ പാടില്ല. ആരൊക്കെ വിട്ടിട്ട് പോയാലും മക്കളാണ് എല്ലാം. അവർക്ക് വേണ്ടി ജീവിക്കണം. അവർക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചതും. പലതും ചിന്തിച്ചുറപ്പിച്ചാണ് മടിച്ചു നിന്ന ഉറക്കത്തെ വരിതയിലാക്കി അവൾ ഉറങ്ങിയത്. രാവിലെ മക്കളെ വിളിച്ചുണർത്തി മദ്രസയിൽ പോകാൻ ഒരുക്കി നിർത്തി. ഉപ്പ ഇതെവിടെ പോയതാ എന്ന് ഇടയ്ക്ക് ജുമ ചോദിച്ചെങ്കിലും കേട്ടില്ല എന്ന പോലെ നിന്നതേയുള്ളൂ മാഷി. ഇന്നൊരു രസവുമില്ല എന്ന് പറഞ്ഞ് ചുണങ്ങി വരുന്നവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി പേടിപ്പിച്ചു വിട്ടു. മദ്രസയിൽ പോകണോ വേണ്ടയോ എന്നുള്ള ചിണുക്കമാണ്. ജുമിയെ മദ്രസയിൽ ചേർത്തതിന് ശേഷം എല്ലാ ദിവസവും ജുനൈസാണ് മക്കളെ കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് താൻ തന്നെയാണ് മക്കളെ കൊണ്ടുപോയത്. ഇനി ജുനൈസിനെ ആശ്രയിക്കാതെ ജീവിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം തൻ്റെ മക്കൾക്ക് വേദനിക്കേണ്ടി വരും. പ്രത്യേകിച്ച് മുന്നു. അവനാണ് ജുനൈസിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം. ജുമിയേക്കാളും കൂടുതലായി ജുനൈസിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നതും അവൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം ചെന്ന് പറയുന്നതും ആ മനുഷ്യനോടാണ്. ആദ്യം പതിയെ മാറ്റിയെടുക്കണം. അവരൊന്നും നമ്മുടെ ആരുമല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെ പോലെ അവരും കണ്ണുനീരിൽ തളക്കപ്പെടും. വേണ്ട, അത് വേണ്ട. രാത്രിയിൽ ജുനൈസ് വന്നത് മക്കളോട് പറഞ്ഞിട്ടില്ല മാഷി. അവൻ വരും മുമ്പേ മക്കളെ മദ്രസയിലാക്കി തിരികെ വരണം. അതാണിപ്പോൾ മനസ്സിൽ. അവനുണ്ടെന്നറിഞ്ഞാൽ പിന്നെ മക്കൾ തൻ്റെ കൂടെ വരില്ലെന്നറിയാം. പോകുന്ന വഴിയിൽ ചായക്കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി കൊടുക്കുന്നത് ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖം വീർത്ത് കെട്ടിയിരിപ്പുണ്ട്. അതുകൂടി കണ്ടതും കാറിൻ്റെ കീയും എടുത്ത് അവളിറങ്ങി. പുറകെ ആ 4 പേരും. ഇനിയും താളം ചവിട്ടിയാൽ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായ പോലെയാണ്. ആ മുഖം കണ്ടാലേ പന്തിയില്ലാത്ത പോലെയുണ്ട്. ജുമി മറിയത്തിൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു. അതിന് അവളൊന്ന് പമ്മി ചിരിച്ചു. നോക്കണ്ട എന്ന് വിചാരിച്ചിട്ടും മാഷിയുടെ കണ്ണുകൾ അപ്പുറത്തേക്ക് ചലിച്ചു. ഇല്ല, അവിടെ വാതിൽ തുറന്നിട്ടില്ല. പുറത്താരുമില്ല. എഴുന്നേറ്റ് കാണില്ലേ? പള്ളിയിൽ പോകാതെ ഇരിക്കില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് കാറ് സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ് കടന്നതും മുന്നുമാണ് ഉപ്പ എന്ന് വിളിച്ച് കൂവിയത്. എപ്പോഴാണ് വന്നതെന്ന് ഗ്ലാസ്സിലൂടെ തലയിട്ട് ചോദിക്കുകയും ജുനൈസ് അവരെ കാണുകയും ചെയ്തു. ആരോട് സംസാരിച്ചുള്ള നിൽപ്പാണ്. അതുകൊണ്ട് തന്നെ അല്പം സ്പീഡ് കൂട്ടിയിട്ടാണ് വണ്ടി നിർത്തിയത്. അല്ലെങ്കിൽ വണ്ടി നിർത്താൻ പറയും അവൻ. വണ്ടി നിർത്താതെ മുന്നോട്ടെടുത്തത് കണ്ടിട്ട് മുഖം ചുളിച്ച് നോക്കുന്നത് സൈഡ് മിററിലൂടെ വ്യക്തമായി കണ്ടു മാഷി. ബാക്കിലെ ഗ്ലാസ് വഴി എല്ലാവരും കൈവീശി കാണിച്ചു. മാഷിക്ക് ദേഷ്യമാണ് തോന്നിയത്. ശരിക്കും നല്ല ദേഷ്യം പിടിച്ച അവൾക്ക്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പതിവില്ലാത്ത അവളുടെ ഒച്ച കേട്ട് മക്കൾ തിരിഞ്ഞു നോക്കി. വലിയ സ്നേഹമുള്ള ആളാണെങ്കിൽ ഇന്നലെ വല്ലവിടം പോയപ്പോൾ നിങ്ങളോട് പറയാതെ പോവോ? ഇല്ലല്ലോ. എന്നിട്ട് കിടന്ന് കൂവുന്നു. മിണ്ടിപ്പോവരുത് ഒരൊറ്റെണ്ണം. ഇനി സ്കൂളിലും മദ്രസയിലൊക്കെ ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാം, കേട്ടല്ലോ. മക്കൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. മദ്രസയിൽ ഇറങ്ങുമ്പോൾ സലാം പറഞ്ഞു പോയി എന്നല്ലാതെ ആരുടെ മുഖത്തും തെളിച്ചം കണ്ടില്ല. കുറച്ച് വിഷമം തോന്നിയെങ്കിലും ഇതൊക്കെ ശീലമാക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. തിരികെ വരുമ്പോൾ മാഷിയുടെ വീടിന് മുന്നിലുണ്ടായിരുന്നു ജുനൈസ്. അവനെ കണ്ടിട്ടും കാണാത്ത പോലെ വണ്ടി ഒതുക്കി ഇറങ്ങി. ഒരു നോട്ടം പോലും ഇനി അവന് നേരെ വേണ്ടെന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അവൾക്കും അറിയില്ല. ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മനസ്സും അവളിൽ നിന്ന് മറച്ചു പിടിച്ചത് കൊണ്ടാവുമോ? അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അകത്ത് കയറി വാതിലടച്ചു. ജുനൈസ് ഒന്ന് നെട്ടി.
ഇങ്ങനെ ഒരു പ്രതികരണം ആദ്യമാണ്. ജുനൈസിന് നെട്ടി. അല്ലെങ്കിലും നേരിട്ടൊരു സംസാരം അപൂർവമാണ്. അത്രയ്ക്കും അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഇന്നലെ മാഷി പറഞ്ഞ മാഷിതയല്ല ഇപ്പോൾ തനിക്ക് മുന്നിലൂടെ പോയത് എന്ന് അവന് തോന്നിയിരുന്നു. എന്തായാലും ഒന്ന് സംസാരിക്കണം, ഇഷ്ടം പറയണം, കൂടെ കൂട്ടണം. ബെല്ലടിച്ച് പുറത്ത് കാത്തിരുന്നിട്ടും അവൾ വാതിൽ തുറന്നില്ല. ആ വാതിലിനപ്പുറം അവളുടെ ഹൃദയം വേദനിച്ചതോ കണ്ണുകൾ നിറഞ്ഞതോ അറിയാതെ നിമിഷങ്ങളുടെ നിൽപ്പ് അവസാനിപ്പിച്ച് അവൻ പിന്തിരിഞ്ഞു നടന്നു. ജുനൈസിനെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ല അവൾക്ക്. അതവൻ്റെ മുന്നിൽ മറക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് കയറി വാതിലടച്ചതും. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരാളുടെ മുമ്പിൽ വാതിൽ കൊട്ടി അടക്കുക എന്ന് പറഞ്ഞാൽ അവരെ അഭിമാനിക്കും പോലെയല്ലേ? അത് വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ അങ്ങനെയൊക്കെ പെരുമാറുന്നത്? ജുനൈസ് അതിന് തൻ്റെ ആരാ? 3 മക്കളുള്ള ഒരു ഉമ്മയാണെന്ന് ഇടയ്ക്ക് എപ്പോഴും മറന്നുപോയ ഞാൻ അതൊരു കൂട്ട് വേണമെന്ന് തോന്നി തുടങ്ങിയതോ? അതോ ജുനൈസ് ആവണമെന്ന് ഒരു നുള്ള ആഗ്രഹം മനസ്സിൽ എപ്പോഴെങ്കിലും ഇടം പിടിച്ചോ? ഇതുവരെ ഇല്ലാത്ത വിധം മനസ്സ് കലുഷിതമായത് എവിടെ വെച്ചാണെന്ന് ഓർത്തെടുത്തവൾ ഇന്നലെ ഇക്കാക്ക പറഞ്ഞ വാക്കുകൾ കേട്ടിടം തൊട്ട്, ജുനൈസിനൊരു ആലോചന വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിടം തൊട്ട് മനസ്സ് കലങ്ങി മറിഞ്ഞു. അത് ഉൾക്കൊള്ളാനാവാതെ ശരീരം ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മനസ്സ് അതിന് കൂട്ടി നിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യുക? ഒരിക്കലും നിലമറന്നൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ചത് ഉമ്മയാണ്. ഒത്തിരി സൗഭാഗ്യത്തിൻ്റെ ഇടയിൽ വളർന്നതാണെങ്കിലും മിതത്വം പറഞ്ഞു തന്നത് ഉപ്പയാണ്. ഒന്നുമില്ലായ്മയിലും പടച്ചവനെ പേടിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ചതും അവരാണ്. എന്നിട്ട് താനെന്തിനാണ് ഈ കാണിക്കുന്നത്? ഹാളിൽ തലങ്ങും വിലങ്ങും നടന്നു അവൾ. കണ്ണുകളിൽ നിന്ന് ഇപ്പോഴും നീര് പൊഴിയുന്നുണ്ട്. ഇത്രയും കൊല്ലങ്ങൾ ഒരകലത്തിലാണെങ്കിലും കൂടെയുണ്ടായിരുന്ന ഒരാളോട് തോന്നുന്ന ഒരു ഇഷ്ടം മാത്രമാണ്. എന്തിനും ഏതിനും മക്കളെ സന്തോഷിപ്പിക്കുന്ന അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരുവൻ്റെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ ഹൃദയം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഉപ്പയില്ലെങ്കിലും അതിന് പകരമെന്ന പോലെ ജുനൈസ് അവർക്കെല്ലാമായി തീർന്നിരുന്നു. ഉപ്പ എന്നത് അവർക്കൊരു നിഴൽ രൂപമായി മാറിയതും ഇവിടെ വന്നതിൽ പിന്നെയാണ്. മുന്നുവിന് ഉപ്പയെന്ന് പറഞ്ഞാൽ അത് ജുനൈസാണ്. താൻ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നിട്ടാണ്. ഒരിക്കലും താൻ കാരണം മോശമുണ്ടാവാൻ പാടില്ല. മനസ്സിൽ വന്നതൊക്കെയും തെറ്റായ ചിന്തകൾ മാത്രമാണ്. അതൊക്കെ മനസ്സിൻ്റെ അടിയിൽ തന്നെ കിടന്ന് ചിതൽ പിടിച്ച് നശിക്കട്ടെ. ഇനി ഒരിക്കലും വേണ്ടാത്ത ചിന്ത കൊണ്ടെൻ്റെ സന്തോഷം നശിപ്പിക്കില്ല. കൂടെ ഉള്ളവരുടെയും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഫോൺ കയ്യിലെടുത്തു മാഷി. ഒരു സോറി പറയണം. ആദ്യത്തെ ബെല്ലിൽ തന്നെ ജുനൈസ് കോൾ എടുത്തു. സോറി, ഞാൻ പെട്ടെന്ന് വേറെന്തോ ചിന്തയിലായിപ്പോയി. അതാ ഒന്നും മിണ്ടാഞ്ഞ്. ഹലോ പോലും പറയാതെ അവൾ പറഞ്ഞു തുടങ്ങി. അവൻ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നീടൊരു മൗനമായിരുന്നു ഇരുവരും. എന്തു പറയണമെന്നറിയാതെ മാഷിയും ഒന്ന് പരുങ്ങി. അതിനുശേഷം സംസാരിച്ചു തുടങ്ങിയത് ജുനൈസാണ്. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് മാഷിത. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി താൻ നല്ലൊരു തീരുമാനത്തിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തൻ്റെ സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. എങ്ങും എത്താത്ത വിധം പറഞ്ഞു കഴിഞ്ഞതും മാഷി അതൊന്ന് മൂളിക്കേട്ടു. അപ്പോഴേക്കും ജുനൈസ് ഫോൺ വെച്ച് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിട്ടുണ്ട്. ആകെ ഒരു പരിവേഷം. ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അവൻ ആശ്വസിച്ചു. ഇനി ഇഷ്ടം പറയണം. അതിനവൾ എന്ത് മറുപടി പറഞ്ഞാലും തനിക്ക് വേണം അവളെ. കല്യാണം ആയതുകൊണ്ട് വീട് മാറിക്കൊടുക്കണമെന്ന് പറയാനാണോ? അതാവും ഇത്രയും പേഴ്സണലായ കാര്യം. പറയുന്നതിന് മുമ്പേ വേറെ വീട് നോക്കി വെക്കണം. വേഗത്തിൽ തന്നെ മാറിക്കൊടുക്കണം. മദ്രസയിൽ നിന്നും ജുനൈസാണ് മക്കളെ തിരികെ കൊണ്ടുവന്നത്. അവൻ വിളിച്ചോളാം എന്നൊരു മെസ്സേജ് വന്നതുകൊണ്ട് തൽക്കാലം അവൾ വീണ്ടും അവിടെ തന്നെ ചടഞ്ഞിരുന്നു. രാവിലെ ചായക്കടയിൽ പോകാൻ പറ്റാത്തതും ഇന്നലെ പറയാതെ പോയതിലുള്ള പിണക്കവും തീർക്കാൻ നേരെ തട്ടുകടയിൽ പോയി ദോശയും ഓംലറ്റും വാങ്ങിക്കൊടുത്തു ജുനൈസ്. കൂടെ അവനും കഴിച്ച് 3 ദോശയും ഓംലറ്റും മാഷിക്കും പാർസൽ വാങ്ങി. അവൾ അത്രേ കഴിക്കുകയുള്ളൂ. വേണമെങ്കിൽ ആ 3-1 വീണ്ടും മക്കളെ കൊണ്ട് തീറ്റിക്കും. വീട്ടിലെത്തിയതും ജുമി ഉടുപ്പ് മാറ്റി നിറഞ്ഞ ബോള് പോലെയുള്ള വയറ് മാഷിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോഴേ മാഷിക്ക് മനസ്സിലായി എല്ലാവരും കഴിച്ചിട്ടാണ് വന്നതെന്ന്. മുസമ്മ കയ്യിലെ പൊതി ചിരിയോടെ മാഷി ഏൽപ്പിച്ചു. ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല മാഷി. മക്കൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിരുന്നതാണ്. ആഴ്ചയിൽ 1-2 ദിവസം ധാന്യങ്ങൾ പൊടിച്ചതും പാലും കൽക്കണ്ടവും ചേർത്ത് കൊടുക്കാറുണ്ട്. പയറും കടലുമൊക്കെ വേവിച്ച് കഴിക്കാൻ മുസമ്മിനൊഴികെ ബാക്കി 3 ആൾക്കും മടിയാണ്. ഇതാവുമ്പോൾ മധുരമുള്ളത് കൊണ്ട് കഴിക്കാൻ ഇഷ്ടമാണ്. ഉച്ചക്കത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞാണ് മക്കളെ പറഞ്ഞയച്ചത്. സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വാതിൽ മുതൽ പെറുക്കി കൂട്ടാൻ ഒരുപാട് സാധനങ്ങൾ നിരന്ന് വാരിക്കിടപ്പുണ്ടായിരുന്നു. ഓരോന്നും എടുത്ത് അടുക്കി വെച്ച്
കഴിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി അടുക്കളയിൽ കയറുമ്പോൾ 11 കഴിഞ്ഞിരുന്നു. പിന്നെ വേഗത്തിൽ തന്നെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ റൈസ് ഉണ്ടാക്കി കുക്കുമ്പറും ക്യാരറ്റും കൊണ്ടൊരു സലാഡും പപ്പടവും മാങ്ങാച്ചാറും 4 ലഞ്ച് ബോക്സും റെഡിയാക്കി വെക്കുമ്പോൾ ഇടയ്ക്ക് ജുനൈസിൻ്റെ ഓർമ്മ വന്നു അവൾക്ക്. ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ക്യാൻറ്റീൻ ഭക്ഷണം കൊള്ളില്ല എന്നൊക്കെ ഇടയ്ക്ക് മക്കളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ലഞ്ച് ബോക്സിൽ കൂടി നിറച്ച് ജുനൈസിൻ്റെ ഒരു മെസ്സേജും അയച്ചിട്ടുണ്ട്, ഫുഡ് കൊണ്ടുവരുന്നുണ്ടെന്ന്. മെസ്സേജ് കണ്ടതും ഒന്ന് കണ്ണ് തള്ളിപ്പോയെങ്കിലും ഓർക്കെ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുടങ്ങി ആ ഹൃദയം. 12 മണിക്ക് മക്കൾക്ക് ഫുഡ് കൊടുത്ത് അവിടുന്ന് 1/2 മണിക്കൂർ ഡ്രൈവുണ്ട് ജുനൈസിൻ്റെ സ്കൂളിലേക്ക്. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്ന് പറഞ്ഞ് മനസ്സ് കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിലും രാവിലെ തനിക്ക് വാങ്ങി തന്ന ഭക്ഷണത്തിന് പകരമായി കൂട്ടിയാൽ മതിയെന്ന് മനസ്സിനോട് തിരിച്ചു പറഞ്ഞ് സമാധാനിച്ചു മാഷി. സ്കൂളിന് കുറച്ചൽപ്പം മാറിയാണ് വണ്ടി നിർത്തിയത്. ആദ്യമായാണ് ഇങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു ചടപ്പുണ്ട്. വണ്ടി നിർത്തി യുനൈസിന് ഒരു മിസ് കോൾ കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ പുറത്തെ ഗേറ്റ് കടന്നു വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നുണ്ട്. ഒരു ഹോൺ അടിച്ച് അവൻ്റെ ശ്രദ്ധ അവൾക്ക് നേരെയാക്കി മാഷി. ഒട്ടൊരു ചിരി ഒതുക്കി പിടിച്ചാണ് അവൻ നടന്നു വന്നത്. തല കുനിച്ചിരിപ്പുണ്ട്. കൂടെ ഒരു മാസ്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഖത്ത്. എന്തിനാണ് ആവോ. അടുത്തെത്തിയതും സൈഡ് ഗ്ലാസ് വഴി കിറ്റ് അവന് കൊടുത്തു. ഇന്നെന്താ സ്പെഷ്യല്? പതിവില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ. എന്തായാലും ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കണമല്ലോ എന്ന് ചിന്തിച്ച് കഴിക്കണ്ട എന്ന് തന്നെ വെച്ചതാണ്. താങ്ക്സ്. പതിവ് ചിരിയോടെ തന്നെ കുശലം പറഞ്ഞവൻ. ഞാൻ പോവാ എന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു അവളെ. ഇനി നിൽക്കാൻ പറ്റില്ല എന്തോ പോലെ. അതോടെ ഒന്ന് പിന്നിലേക്ക് വന്നു ജുനൈസ്. ഞായറാഴ്ച ഉമ്മയും ജാബിയും വരുന്നുണ്ട്. ഒരു പെണ്ണ് കാണലുണ്ട്. ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് തീരെ പറ്റൂല. നമ്മളെ മനസ്സിലാക്കുന്നവർ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമല്ലേ. ഇതിപ്പോൾ എനിക്കും ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.